ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് രാമായണ മാസമാണ്. സീതയെപ്പറ്റിയാണ്. സീതയുടെ മുജ്ജന്മത്തെ പറ്റിയാണ്. സീതയുടെ മുജ്ജന്മത്തിലെ ആ സാധ്വി, സമ്പൂർണമായും സാധ്വിയുടെ പേര് വേദവതി എന്നാണ്. അത്യന്തം മനോഹരമായ ഒരു കാടിൻ്റെ ചൈതന്യം തുളുമ്പുന്ന ഒരു ഭാഗത്തിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു. അത് ആകാശമാർക്കും പോകുന്ന രാവണൻ പലപ്പോഴും കണ്ടു. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും അദ്ദേഹം വേദവതിയെ കണ്ടു. അപ്പോഴെല്ലാം ആ രൂപം മനസ്സിൽ പതിഞ്ഞു. ഒരു ദിവസം രാവണൻ വേദവതിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു. പലതവണ വേദവതിയെ പുകഴ്ത്തിയും സൗന്ദര്യത്തെ വാഴ്ത്തിയും ലോകത്ത് എന്തെല്ലാം ഒരു പുരുഷന് പറയാമോ അതെല്ലാം പറഞ്ഞു. ഒന്നോ രണ്ടോ തവണ പറഞ്ഞപ്പോഴൊന്നും വേദവതി അനങ്ങിയില്ല. കാരണം അവരത് കേൾക്കുന്നില്ല. ഒരു തപസ്സിലാണ്. ലോകത്തെല്ലാം സൗന്ദര്യ വസ്തുക്കളുണ്ടോ അതെല്ലാം ലങ്കയ്ക്ക് അവകാശപ്പെട്ടത് എന്നായിരുന്നു രാവണന്റെ ചിന്ത. അദ്ദേഹം വീണ്ടും വീണ്ടും വേദവതിക്ക് ചുറ്റും നടന്ന് അവരെപ്പറ്റി വാഴ്ത്തി വളരെയേറെ പുകഴ്ത്തി സംസാരിച്ചു. ഒരു രക്ഷയുമില്ലല്ലോ എന്ന് കരുതി വേദവതി ഉണർന്നു. വേദവതി തപസ് അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രാവണൻ, എനിക്ക് ലങ്കയിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല. അതിൻ്റെ ക്വാളിറ്റി എനിക്കില്ല. അങ്ങനെ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ തപസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. അതിനെന്നെ അനുവദിക്കണം. അങ്ങ് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. ഇല്ല, എൻ്റെ വിമാനം ഇവിടെ ഇറക്കുക തന്നെ എന്നെ കൊണ്ടുപോകാനാണ്. ഇത്രയും മഹിമയുള്ള ഒരു യുവതി, സൗന്ദര്യത്തിൻ്റെ നിറകുടമായ വേദവതി, നീ ലങ്കയ്ക്ക് അവകാശപ്പെട്ടതാണ്. നീ വരൂ, വിമാനത്തിൽ കയറിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലങ്കയിലെത്താം. ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വേദവതിയുടെ തപശക്തി കൊണ്ട് തീയുണ്ടാക്കി. ആ തീയിൽ ആ ശ്രീരത്നം ചാമ്പലായി. തപശക്തിയിൽ നിന്നും തീയുണ്ടാക്കി ആ തീയിൽ അവർ എരിഞ്ഞടങ്ങി. പക്ഷേ രാവണ എന്നിട്ടും പിന്മാറിയില്ല. അദ്ദേഹം കൈവശമുണ്ടായിരുന്ന ഒരു പെട്ടി എടുത്തുകൊണ്ടുവന്ന്, ഒരു ബോക്സ് എടുത്തുകൊണ്ടുവന്ന് വേദവതിയുടെ സാരം മുഴുവൻ ആ പെട്ടിയിൽ നിറച്ച് അടച്ചുകൊണ്ട് വിമാനത്തിൽ കയറി. പോകുന്ന വഴിയിൽ ആകാശദേശത്ത് കാറ്റുണ്ടായതുകൊണ്ടോ മറ്റെന്തെങ്കിലും ഈ ചാമ്പലിന് പോലും ശക്തി ഉള്ളത് കൊണ്ടോ ഏതോ ഒരു നിമിഷത്തിൽ ഈ ബോക്സ് താഴേക്ക് വീണുപോയി. അത് ചെന്ന് വീണത് ഒരു വയലിനാണ്. ഇനി എന്തെങ്കിലും ആകട്ടെ, പിന്നീട് കണ്ടെത്താം എന്ന് കരുതി രാവണൻ പോയി. ഏതിത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ കഴിയുന്നു. മിഥിലയിലെ വയൽ ഒഴുന്നുകൊണ്ടിരുന്നപ്പോൾ മിഥിലാപുരി ഹലപ്പ എന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പിടിച്ചു നിന്നു. ഒന്നോ പിറ്റൊന്നോ അല്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണത്. ആ ബോക്സ് വന്ന് വീണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൃഷി ഇറക്കുന്ന സ്ഥലത്ത് കലപ്പ ഇതുകൊണ്ടിരുന്നപ്പോൾ കലപ്പ വന്ന് പിടിച്ചു നിന്നത്. രാജാവ് പറഞ്ഞു, എന്താണെന്ന് നോക്കാം. നോക്കി ആ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ അതൊരു ബോക്സാണ്. അത് കൊണ്ടുവരും, നോക്കാം. തുറന്ന് നോക്കുമ്പോൾ രാജാവും കൃഷിക്കാരും അതിശയിച്ചു പോയി. അതിൽ ഒരു പെൺകുഞ്ഞാണ്. അത്രയും ശക്തമായ ഒരു പുനർജന്മം നടന്നിരിക്കുകയാണ്. ഇപ്പോൾ കലപ്പ എന്നത് സിതം വളരെ പ്രത്യേകിച്ചൊരു പേരല്ല അത്. സിതം കണ്ടെത്തിയ പെൺകുട്ടി രാജാവിന് സ്വന്തമാണ്. രാജ്യത്തിൻ്റെ വകയാണ്. രാജ്യം അവളുടെ വകയാണ്. അപ്പോൾ സിതം കണ്ടെത്തിയതാണ് സീത. മിഥിലയായതുകൊണ്ട് മൈഥിലി ആ പേരുണ്ടല്ലോ. അങ്ങനെയാണ് സീത അവിടെ വളർന്ന് ആ രാജ്യത്തിൻ്റെ ഉടമയായതും മറ്റും. അതിനുശേഷമാണ് സീതയുടെ വിവാഹപ്രായമായപ്പോൾ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള പല ഉപായങ്ങളും ഈ മഹാരാജൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായപ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി കണ്ടെത്താനും കഴിഞ്ഞു. വഴി കണ്ടെത്തിയത് യുവതിയായ മകളെ അനുരൂപനായ രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന ചിന്ത അദ്ദേഹത്തിന് അടിക്കടി വളർന്നു. അങ്ങനെയാണ് അന്യരാജ്യത്തിലുള്ള പല രാജാക്കന്മാരെയും ക്ഷണിച്ച്, സ്വയംവരമാണല്ലോ, സ്വയംവരം സ്ത്രീ യുവതിക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് മാല ചാർത്തുന്നത്. പക്ഷെ എങ്കിലും അദ്ദേഹം ഒരു കരാർ വെച്ചിരുന്നു. ഒരു വില്ല് അവിടെ ഇരിപ്പുണ്ട്. ആ വില്ല് കുലച്ച് വലിയ ഒരു കൂടിനുള്ളിൽ കൊട്ടാരത്തിൻ്റെ ടോപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന
കൂടിനുള്ളിൽ ഒരു തത്തയുണ്ട്. ആ തത്തയുടെ കഴുത്തിൽ അമ്പെയ്ത് കൊള്ളിക്കുന്ന വീരൻ ആരോ അവനാണ് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്ന് വിളംബരം ചെയ്തു. അങ്ങനെ പല രാജ്യത്തുള്ള ആളുകളും വന്നെത്തിയവരെല്ലാം തന്നെ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ വില്ലെടുക്കാൻ കഴിയുന്നില്ല. വില്ലെടുത്ത് ഉയർത്താൻ കഴിയാതെ അവരെല്ലാം സറണ്ടറായി ഇരിക്കുമ്പോഴാണ് ഗുരുവും ശ്രീരാമചന്ദ്രനും, അതായത് മര്യാദാ പുരുഷോത്തമൻ, അദ്ദേഹവും ലക്ഷ്മണനും അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ തന്നെ മണിമാളികയിൽ നിന്ന മൈഥിലി മയിൽപ്പേടയായി എന്നാണ് പറയുന്നത്. ആ സമയം ശ്രീരാമൻ്റെ ഊഴം വന്നു. അദ്ദേഹം ചെന്ന് ഇടത് കൈകൊണ്ട് ആ വില്ലെടുത്ത് ഉയർത്തുകയും ഞാൻ വലിച്ചു കെട്ടുകയും ആ തത്തയെ അമ്പെയ്ത് വെട്ടുകയും ചെയ്തു. അപ്പോഴും മൈഥിലി മയിൽപ്പേടയായി. പ്രകാരമാണ് സീത ശ്രീരാമൻ്റെ പത്നിയാകുന്നത്. ഈ കഥ രാമായണ കാലത്ത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.